വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ആദരവോടുകൂടിയുള്ള നമസ്കാരം. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചു. ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന, പ്രധാനമായി കടപ്പെട്ടിരിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അതിനെന്നെ പ്രാപ്തനാക്കിയ എൻ്റെ സഹോദരൻ അന്തരിച്ചു പോയ ജോസ് പ്രകാശിനെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ കലാരംഗത്തേക്കുള്ള എൻ്റെ പ്രവേശനം തന്നെ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സഹായത്തോടും കൂടിയാണ്. എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചത് എൻ്റെ അയൽവക്കക്കാരനും എൻ്റെ കൂടെ പഠിച്ച തോമാച്ചൻ എന്ന ആളുടെ ജ്യേഷ്ഠൻ്റെ മകനുമായ സിറിലാണ് എന്നെ വിളിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുഞ്ഞുമോൻ്റെയും ഫിൻസിയുടെയും മകൻ വിനീത്. ഇവരുടെ ക്ഷണമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഒരുപക്ഷെ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ജീവിതത്തിലെ തന്നെ ഒരു നഷ്ടമായിരുന്നു എനിക്ക് തോന്നുന്നു. ചില സമയത്ത് എനിക്ക് തോന്നി ഞങ്ങൾ കോട്ടയത്ത് എസ് മോണിലാണോ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇവിടെയുള്ള കുറേ മുഖങ്ങൾ, പരിചയമുള്ള മുഖങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകമായി നന്ദി പറയുവാനുള്ളത് വിനീതനോടും സിറിലിനോടും, അതോടൊപ്പം ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ എത്തിച്ച തൈക്കാട്ട് മാത്തുക്കുട്ടിയോടും, അതോടൊപ്പം എനിക്കും ഭാര്യയ്ക്കും ഇവിടെ താമസിക്കുവാൻ സൗകര്യം തന്ന വിനീതനും ഭാര്യ ജോസിനിക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എനിക്ക് 5 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ കോട്ടയംകാരുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും കോട്ടയംകാരെന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് എസ് മോണ്ട് വാസിയായ എനിക്ക് ഇവിടെയുള്ള കുറേ ആൾക്കാരെ കണ്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ എസ് മോണ്ടിലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്കറിയാം, എസ് മോണ്ടിലും സെൻറ്റ് മർസലിനാസിലും ഒക്കെ പഠിച്ച് ബഹുമാന്യരായ അധ്യാപകർ അവരെ ഒന്നും ജീവിതത്തിൽ മറക്കില്ല. കാരണം ഞാനൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴിതെളിച്ചു തന്ന കുറേ അധ്യാപകരുണ്ട്. തണ്ണിക്കരി ചാക്കോ സാറ്, ഉലകന്നാൻ സാറ്, മണിമല ചാക്കോ സാറ്, കൊപ്പഴ കുര്യൻ സാറ്, കൊപ്പഴ കൊച്ചുകുട്ടി സാറ്, ഇവരൊക്കെ എന്നിലെ കലാകാരനെ അന്നേ തിരിച്ചറിഞ്ഞ് വേണ്ട പ്രചോദനങ്ങൾ നൽകിയ മഹത് വ്യക്തികളാണ്. ഞാൻ എപ്പോഴും ഓർക്കും, പല വേദികളിലും പോകുമ്പോൾ ഇവരൊക്കെയാണല്ലോ എനിക്ക് വഴി തുറന്നതെന്ന് ബഹുമാനപ്പെട്ടവരെന്ന്. കോട്ടയത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മാത്യു പ്രാൽ സാർ. അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞു, എൻ്റെ സ്നേഹാന്വേഷണം ക്രിസ്മസ് മംഗളങ്ങളും ഹ്യൂസ്റ്റൺകാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട മനോഹരമായ നൃത്യങ്ങൾ, സ്കിറ്റുകൾ എല്ലാം വളരെ ആസ്വദിച്ചു. എനിക്ക് തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ പോലും ഇത്ര മനോഹരമായി ഇത് നടത്തപ്പെടാറില്ല. അതിന് ഞാൻ ഈ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളെയും എൻ്റെ അനുമോദനവും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയധികം കാര്യമായിട്ട് നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് വേളയിൽ എന്തെങ്കിലും എനിക്ക് പറയുവാനുള്ളത് കുട്ടികളോടും മാതാപിതാക്കളോടുമാണ്. ഇന്ന് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഡയലോഗുകൾ കുറഞ്ഞിരിക്കുന്നു. കുടുംബത്തിലുള്ള സന്തോഷവും സമാധാനവുമാണ് കുട്ടികളിലേക്ക് പകരേണ്ടത്. നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയാണ്. ഇന്ന് വളർന്നു വരുന്ന ലഹരി പദാർത്ഥങ്ങളോടുള്ള അമിതമായ ഉപയോഗം കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇന്നുള്ളത്. എനിക്കും നിങ്ങൾക്കും പത്രത്തിലൂടെ അറിയാം.
എല്ലാ മാധ്യമങ്ങളിലും കൂടെ നമ്മളിത് അറിയുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ ശ്രദ്ധിക്കുവാനുള്ളത് അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ഇതാണ് അവർ ചെയ്യേണ്ടത്. 2025 പിറക്കുമ്പോൾ നിങ്ങൾ പ്രതിജ്ഞയെടുക്കേണ്ടത് നല്ല കുട്ടികളായി വളരുക, നല്ലൊരു സമൂഹത്തെ വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക. ക്രിസ്തുമസിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിൽ നന്മയും സമാധാനവും സ്നേഹവും തന്നെങ്കിൽ ഇന്ന് ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നതിൻ്റെ സന്തോഷം എത്രയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കും ഭാര്യയ്ക്കും. എൻ്റെ ഭാര്യ ഡെയ്സി നിങ്ങൾക്കറിയാം, BCN കോളേജിൽ പഠിപ്പിച്ചിരുന്നു. ഡെയ്സിയുടെ കുറേ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെയെല്ലാം കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ അവസരം തന്ന സിറിലിനോടും വിനീതിനോടും ഒക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇത്ര വർഷമായിട്ടും ഞങ്ങളെയൊന്നും അവർ മറന്നിട്ടില്ല. നാട്ടുകാർ മറന്നാലും ഈ ഹ്യൂസ്റ്റണിലുള്ള ഈ പഴയ ആൾക്കാരെ ഞങ്ങളെയൊക്കെ ഓർക്കുന്നു. അത് തന്നെ വളരെ സന്തോഷമാണ്. നാളെ ഞങ്ങൾ SH ബോണ്ട് നിവാസികളായിട്ടുള്ള കുറേ കൂട്ടുകാർ ഞങ്ങളിവിടെ ഒത്തുചേരുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് പലതും പങ്കുവയ്ക്കുവാനുണ്ട്. കാരണം ഞാനും എൻ്റെ സഹോദരൻ ജോസ് പ്രകാശ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം പഠിച്ചത് സേക്രഡ് ഹാർട്ട് മൗണ്ടിലാണ്. ആ സേക്രഡ് ഹാർട്ട് മൗണ്ടിൽ നിന്ന് കിട്ടിയ പ്രചോദനവും സ്നേഹവും ലാളനയുമാണ് ഇന്ന് ഈ സ്റ്റേജിൽ എനിക്ക് നിൽക്കുവാനിടയായതെന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ വന്യ ഗുരുക്കന്മാരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ സ്മരിക്കുന്നു. എനിക്കിതിനുള്ള അവസരം തന്നത് അവരാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1961 സേക്രഡ് ഹാർട്ട് മൗണ്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സേക്രഡ് ഹാർട്ട് മൗണ്ട്. അതെന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കില്ല എന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. 50 മിനിറ്റ് കിട്ടിയാലും ഇനിയും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുള്ള വേദിയല്ല ഇതെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങളെ വിളിച്ചതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയും ഇവിടെ നിങ്ങളുടെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനം വീണ്ടും വീണ്ടും വളരെ ഭംഗിയോടുകൂടി നടത്തുവാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും വളരെ സന്തോഷകരമായ ഒരു പുതുവത്സരവും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.